ഹലോ ഗേയ്സ്, ഇന്ന് ഞാൻ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. മുരിങ്ങൻ്റെ ഇല അബുദാബിയിൽ നിന്നല്ല, എവിടെ കണ്ടാലും നമ്മൾ മലയാളികൾക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നപ്പോൾ ചക്കക്കുരും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും കറി വെച്ചാലോ എന്ന്. അപ്പം നമുക്ക് മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും എങ്ങനെ കറി വെക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് വെക്കാൻ അറിയാമെന്നൊക്കെ, പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു സ്റ്റൈലിൽ എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് പീസൊക്കെ ആക്കി വെച്ച് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്തിരി മഞ്ഞൾപ്പൊടി എന്നൊരു മാട്ടക്കണക്കാണ്, എന്നാലും പറഞ്ഞു തരാം. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് വെയിറ്റ് ചെയ്തു. ഗൈസ്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട്, സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി ലാഗ് വരുന്നത്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം. പിന്നെന്താ, അടുപ്പ് കത്തിച്ചു, അടുപ്പത്ത് കുക്കർ വെച്ചു. ഇനി വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇലയൊക്കെ തണ്ടൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ ഈ വിസിലൊക്കെ അടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ പരിപാടി ചെയ്യാം. അപ്പോൾ ദാ ഗൈസ്, വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഗൈസ്, 4 വിസിൽ അടുപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം വെച്ച് എയറൊക്കെ പോകുന്നത് വരെ വെച്ചതിന് ശേഷം ആണ് ഇപ്പോൾ ഞാനിത് തുറന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നമുക്കിത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് വെന്തോന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇത് ഗൈസ് വെന്തിട്ടുണ്ട്. 4 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഇതിൻ്റെ സ്കിന്നൊന്നും കളയാത്തതെന്ന്. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് വിത്ത് സ്കിന്നാണ് നല്ലത്. പൊട്ടാറ്റോ അതേപോലെ ഈ ചക്കക്കുരു ഒക്കെ സ്കിന്ന് വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്കിന്നൊന്നും കളയാതെ അങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങൻ്റെ ഇല ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ മുരിങ്ങൻ്റെ ഇലയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തീ കത്തിക്കണം. കാരണം നേരത്തെ ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു കുക്കർ ഇറക്കി വെച്ചത്. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചു. പക്ഷേ ഞാനത് വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതേ ഉള്ളൂ. ദമ്മായിട്ടൊന്നും അടച്ചു വെച്ചിട്ടില്ല. ഇലയല്ലേ, പെട്ടെന്ന് വെന്തോളും ഗൈസ്. അങ്ങനെ അടുത്തതായിട്ട് തേങ്ങ അരക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. തേങ്ങക്ക് ഭയങ്കര വില കൂടിയ സമയത്ത് നമുക്ക് തേങ്ങക്കൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വാങ്ങാനൊക്കെ. അപ്പോൾ കാണിച്ചൊരു പണി എന്താണെന്ന് വെച്ചാൽ 1.5 ദിർഹമിന് സാധാ തേങ്ങ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുത്തി പൊളിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ജാറിലേക്ക് എത്ര അളവ് ഒന്നും ഇങ്ങനെ കുത്തിയെടുത്തതുകൊണ്ട് എത്ര തേങ്ങയുടെ അളവൊന്നും പറഞ്ഞു തരാൻ വയ്യ. കുറച്ചൊരു ഏകദേശം ഒരു അരമുറി തേങ്ങ ഒക്കെ ഉണ്ടായിരിക്കും. അതിലേക്ക് ഇത്തിരി ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 സ്പൂണൊക്കെയാണ് എടുത്തിട്ടുള്ളത്, കയ്യിലെടുത്തിട്ടുള്ളത് ഗൈസ്. ഞാനൊരു കാര്യം മറന്നു പോയിരുന്നു, പച്ചമുളക് ഇടാൻ ഞാൻ മറന്നു പോയിരുന്നു. കുഴപ്പമില്ല, ഇപ്പിട്ടാലും മതി. പോയാൽ എൻ്റെ കൂടെ ഇരുന്ന് വെന്തോളും, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതാ ഗൈസ്, ഞാൻ തേങ്ങ അരച്ച് കൊണ്ടിരിക്കുകയാണ്. തേങ്ങ അരച്ചുതാ നമ്മൾ വെന്ത് ഇലയിലേക്ക് തേങ്ങ മിക്സ് ചെയ്തു. അങ്ങനെ ഫൈനലി ചക്കക്കുരു കറി ആയിട്ടുണ്ട്. മുളക് ലാസ്റ്റ് ഇട്ടതുകൊണ്ട് വെന്തിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, മുളക് കുറച്ച് നേരത്തെ ഇട്ടോ, പറ്റുകയാണെങ്കിൽ ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ ഇട്ടോ. അതിനിടയ്ക്ക് നമ്മൾ രമ്യ ചേച്ചി കുറച്ച് പുളിയിഞ്ചി അച്ചാറൊക്കെ ഒരു സൈഡിൽ മെല്ലെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുളിയിഞ്ചിയൊക്കെ കൂട്ടി ഞാൻ ചോറ് തിന്നാണ്. ഇത്രേ ഉള്ളൂ, ബായ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. എന്തെങ്കിലും കമൻറ്റുകൾ, കുറ്റങ്ങളോ കുറവുകളോ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്തതായിട്ട് ഇനി ഞങ്ങൾ തെരളിയപ്പം അഥവാ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് ഗൈസ്. താങ്ക് യു സോ മച്ച്.